ഹലോ എവ്രി വൺ. കഴിഞ്ഞ ദിവസം നമ്മൾ സിനാപ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺസിനെ കുറിച്ചുമാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെർവ്സ് അല്ലെങ്കിൽ നാഡികളെ കുറിച്ചാണ്. എന്താണ് നെർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നാഡീവ്യവസ്ഥയുടെ ഒരു പാർട്ടാണ് ഏതെന്ന് പറയുന്നത് നെർവ്സ് അല്ലെങ്കിൽ നാഡികൾ. അപ്പൊ ഈ നെർവ്സ് എന്ന് പറയുന്നത് ഇമ്പൾസസ് അല്ലെങ്കിൽ മെസ്സേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്യാരി ചെയ്യുന്നവരാണ് ആരെന്ന് പറയുന്നത് നെർവ്സ് അല്ലെങ്കിൽ നാഡികൾ. നെർവ്സ് ആർ ആക്സോൺസ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് കവേർഡ് ബൈ ഫാറ്റ് ആൻഡ് കണക്റ്റീവ് ടിഷ്യൂ. അതായത് കൊഴുപ്പിനാലും യോജക കലകളാലും ആവരണം ചെയ്യപ്പെട്ട ഒരു കൂട്ടം ന്യൂറോണുകളുടെ ആക്സോണുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത് നെർവ്സ്. അപ്പൊ എന്താണ് ഈ നെർവ്സ് അല്ലെങ്കിൽ നാഡികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെർവ്സ് ആർ ആക്സോൺസ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് കവേർഡ് ബൈ ഫാറ്റ് ആൻഡ് കണക്റ്റീവ് ടിഷ്യൂ. അതായത് കൊഴുപ്പിനാലും യോജക കലകളാലും ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ആക്സോണുകളുടെ കൂട്ടമാണ് ഏതെന്ന് പറയുന്നത് നെർവ്സ് അല്ലെങ്കിൽ നാഡികൾ. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഒരു കൂട്ടം ന്യൂറോണുകളുടെ ആക്സോണുകൾ. ആ ആക്സോണുകളെ എന്ത് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു? ഫാറ്റ്, കൊഴുപ്പും അതുപോലെ തന്നെ കണക്റ്റീവ് ടിഷ്യൂ യോജകകലയും. അപ്പൊ ഇങ്ങനെ യോജകകലകളാലും ഫാറ്റ്, കൊഴുപ്പിനാലും ആവരണം ചെയ്യപ്പെട്ട ഒരു കൂട്ടം ന്യൂറോണുകളുടെ ആക്സോണുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത് നെർവ്സ് അല്ലെങ്കിൽ നാഡികൾ. അതുമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ് ആർ കാൾഡ് നെർവ്സ്. അതായത് ആക്സോണുകളുടെ കൂട്ടത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത് നെർവ്സ് അല്ലെങ്കിൽ നാഡികൾ. അപ്പൊ ഈ നെർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫംഗ്ഷൻ എന്താണ്? ക്യാരിയിങ് ഇമ്പൾസസ് ഇല്ലേ? അതായത് ആവേഗങ്ങളെ എന്ത് ചെയ്യുന്നു? വഹിച്ചുകൊണ്ട് പോകുന്നവയാണ് ഏതെന്ന് പറയുന്നത് നെർവ്സ്. അപ്പൊ ഈ ഇമ്പൾസസ് അല്ലെങ്കിൽ ആവേഗങ്ങൾ വഹിച്ചുകൊണ്ട് പോകുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എവിടേക്കായിരിക്കണം? നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ ബ്രെയിനിലേക്ക് സ്പൈനൽ കോഡിലേക്കും ആയിരിക്കണം ഇമ്പൾസസ് കൊണ്ടുപോകേണ്ടുന്നത്. അതുമല്ല എന്നുണ്ടെങ്കിൽ എവിടോട്ടായിരിക്കണം? ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്കായിരിക്കണം ഇല്ലേ? അപ്പൊ ഇങ്ങനെ ഇമ്പൾസസിനെ നെർവസ് സിസ്റ്റത്തിലേക്കും അതുപോലെ തന്നെ ഡിഫറെന്റ് ബോഡി പാർട്സിലേക്കും ഒക്കെ ക്യാരി ചെയ്യുന്ന ആരാണ്? നെർവ്സ് അല്ലെങ്കിൽ നാഡികളാണ്. ഈ നെർവ്സ് എന്ന് പറയുന്നത് 3 തരത്തിലാണ് ഉള്ളത്: സെൻസറി നെർവ്, മോട്ടോർ നെർവ് ആൻഡ് മിക്സ്ഡ് നെർവ്. സെൻസറി നെർവ് അല്ലെങ്കിൽ സംവേദനാഡി, മോട്ടോർ നെർവ് അല്ലെങ്കിൽ പ്രേരക നാഡി, മിക്സ്ഡ് നെർവ് അല്ലെങ്കിൽ സമ്മിശ്ര നാഡി. അപ്പൊ എന്നിങ്ങനെ 3 തരത്തിലാണ് നെർവ്സ് ഉള്ളത്. അപ്പൊ ഇതിനകത്തിലെ സെൻസറി നെർവ് അല്ലെങ്കിൽ സംവേദനാഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരിയിങ് ഇമ്പൾസസ് ഫ്രം ഓർഗൻസ് ടു സെൻട്രൽ നെർവസ് സിസ്റ്റം. അതായത് നമ്മുടെ അവയവങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ബോഡി പാർട്സിൽ നിന്നും സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ കേന്ദ്ര നാഡീ വ്യവസ്ഥയിലേക്ക് ഇമ്പൾസസിനെ വഹിക്കുന്നവരാണ് ആരെന്ന് പറയുന്നത് സെൻസറി നെർവ് അല്ലെങ്കിൽ സംവേദനാഡി. അപ്പൊ സംവേദനാഡി നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇമ്പൾസസ് അല്ലെങ്കിൽ മെസ്സേജസിനെ എവിടോട്ട് കൊണ്ടുപോകുന്നു? നമ്മളുടെ ബ്രെയിനിലേക്ക് സ്പൈനൽ കോഡിലേക്കും എത്തിക്കുന്നു. ദെൻ സെക്കൻഡ് വൺ മോട്ടോർ നെർവ് അല്ലെങ്കിൽ പ്രേരക നാഡി. മോട്ടോർ നെർവ് എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം സെൻട്രൽ നെർവസ് സിസ്റ്റം ടു വേരിയസ് ഓർഗൻസ്. അതായത് കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഓർഗൻസ് അല്ലെങ്കിൽ അവയവങ്ങളിലേക്ക് ഇമ്പൾസസിനെ ക്യാരി ചെയ്യുന്നവരാണ് ആരെന്ന് പറയുന്നത് മോട്ടോർ നെർവ് അല്ലെങ്കിൽ പ്രേരക നാഡി. അപ്പം സെൻസറി നെർവ് അല്ലെങ്കിൽ സംവേദനാഡി എന്ന് പറയുന്നത് എവിടേക്ക് കൊണ്ടുപോകുന്നു? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് ഇമ്പൾസസിനെ ക്യാരി ചെയ്യുന്നു. ഇനി മോട്ടോർ നെർവ് എന്ന് പറയുമ്പോൾ ക്യാരിയിങ് ഇമ്പൾസസ് ഫ്രം സെൻട്രൽ നെർവസ് സിസ്റ്റം ടു ഡിഫറെന്റ് ഓർഗൻസ് അല്ലെങ്കിൽ വിവിധ ഭാഗങ്ങളിലേക്ക് സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ഉള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങളെ വഹിക്കുന്നു. ഇനി മിക്സ്ഡ് നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരിയിങ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്കും കേന്ദ്ര നാഡീ വ്യവസ്ഥയിലേക്കും അതുപോലെ തന്നെ തിരിച്ച് ഡിഫറെന്റ് ബോഡി പാർട്സിലേക്കും മെസ്സേജസിനെ ക്യാരി ചെയ്യുന്നവരാണ് ആരെന്ന് പറയുന്നത് മിക്സ്ഡ് നെർവ്. അപ്പൊ ഇവർ ആരുടെയൊക്കെ ഫംഗ്ഷൻസ് ചെയ്യുന്നുണ്ട്? സെൻസറി നെർവിന്റെയും മോട്ടോർ നെർവിന്റെയും ഫംഗ്ഷൻസ് ചെയ്യുന്നവരാണ് ആരെന്ന് പറയുന്നത് മിക്സ്ഡ് നെർവ്. അപ്പൊ ഇനി ഈ നെർവ്സ് എന്ന് പറയുമ്പോൾ അവർ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നൊന്ന് നോക്കാം. സെൻസറി നെർവ് എന്ന് പറയുമ്പോൾ അവയുടെ ബിൽഡിംഗ് ബ്ലോക്സ് അല്ലെങ്കിൽ നിർമ്മാണ ഘടകങ്ങൾ എന്ന് പറയുന്നത് സെൻസറി ന്യൂറോൺസ് ആണ്. അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സംവേദ നാഡീകോശം അല്ലെങ്കിൽ സെൻസറി ന്യൂറോൺ. സെൻസറി ന്യൂറോൺ കൊണ്ടാണ് എന്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? സെൻസറി നെർവ്. ഇനി മോട്ടോർ നെർവ് എന്ന് പറഞ്ഞാൽ അവയുടെ ബിൽഡിംഗ് ബ്ലോക്സ് മോട്ടോർ ന്യൂറോൺസ് ആണ്. അപ്പൊ മോട്ടോർ ന്യൂറോൺസ് കൊണ്ടാണ് ആര് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? മോട്ടോർ നെർവ്. ദെൻ മിക്സ്ഡ് നെർവ് എന്ന് പറയുമ്പോൾ അവയുടെ നിർമ്മാണ ഘടകങ്ങൾ എന്ന് പറയുന്നത് ബോത്ത് സെൻസറി ന്യൂറോൺ ആൻഡ് മോട്ടോർ ന്യൂറോൺ. അതായത് സെൻസറി ന്യൂറോണുകളാലും മോട്ടോർ ന്യൂറോണുകളാലും നിർമ്മിതമാണ് ഏതെന്ന് പറയുന്നത് മിക്സ്ഡ് നെർവ്. അതുകൊണ്ട് ഇങ്ങനെ 2 ന്യൂറോണുകളാലും നിർമ്മിതമായതുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? മെസ്സേജസിനെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്കും കൊണ്ടുപോകും അതുപോലെ തന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ഡിഫറെന്റ് പാർട്സിലേക്കും എത്തിക്കുന്നത്. അപ്പൊ ഇങ്ങനെ 3 തരത്തിലുള്ള നെർവ്സ് അല്ലെങ്കിൽ നാഡികളാണ് നമ്മുടെ ബോഡിയിലുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നെർവ്സ് അല്ലെങ്കിൽ നാഡികളെ കുറിച്ചാണ്. നെർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പൾസസിനെ ക്യാരി ചെയ്യുന്നവയാണ്. Nerves are axons of a group of neurons
കവേർഡ് ബൈ ഫാറ്റ് ആൻഡ് കണക്റ്റീവ് ടിഷ്യൂ. അതായത് കൊഴുപ്പാലും യോജക കലകളാലും ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം ന്യൂറോണുകളുടെ ആക്സോണുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? നെർവ്സ് അല്ലെങ്കിൽ നാഡികൾ. അത് 3 ടൈപ്സ് ആണുള്ളത്. ഏതൊക്കെയാ? സെൻസറി നെർവ്, മോട്ടോർ നെർവ് ആൻഡ് മിക്സ്ഡ് നെർവ്. സെൻസറി നെർവ് എന്ന് പറയുമ്പോൾ മെയ്ഡപ്പ് ഓഫ് സെൻസറി ന്യൂറോൺ ക്യാരിങ് ഇമ്പൾസസ് ഫ്രം ഡിഫറെന്റ് ഓർഗൻസ് ടു ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. Second one, motor nerve. Motor nerves are made up of motor neurons, transmit instructions from central nervous system to different parts of the body. Mixed nerve. Mixed nerves are made up of both the sensory neuron and motor neuron, and they are transmitting impulses to and from central nervous system. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇമ്പൾസസിന്റെ ട്രാൻസ്മിഷൻ ആണ്. അതിനെ സഹായിക്കുന്നവരാരാണ്? നേർവ്സ് ആണ് അല്ലേ? ഇനി അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു നെർവസ് സിസ്റ്റത്തിന്റെ 2 പാർട്സ്, സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ നെർവസ് സിസ്റ്റവും. അതിനെക്കുറിച്ച് രണ്ടിനെ കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇത് കൂടാതെ ചില എമർജൻസി കണ്ടീഷൻസിൽ നമ്മുടെ ബോഡിക്ക് അതുമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? അതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ടി വരും അല്ലെ, അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെയുള്ള എമർജൻസി കണ്ടീഷൻസ്, അതായത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ട് നമ്മൾ പേടിക്കുന്നു. അപ്പൊ ആ പേടിക്കുന്ന സന്ദർഭത്തിലൊക്കെ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എമർജൻസി കണ്ടീഷൻസിൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ആക്ടിവിറ്റീസിനെയൊക്കെ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം അല്ലെ. ഇനി അങ്ങനെ നടക്കുന്ന ആക്ടിവിറ്റീസ് ഒന്നും നമ്മുടെ കോൺഷ്യസ് ലെവലിൽ നടക്കുന്ന കാര്യങ്ങളല്ല, അല്ലെങ്കിൽ ബോധപൂർവം അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല ഇല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള എമർജൻസി കണ്ടീഷൻസിൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ചേഞ്ചസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന നെർവസ് സിസ്റ്റമാണ് ഏതെന്ന് പറയുന്നത്? ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ സ്വതന്ത്ര നാഡീവ്യവസ്ഥ. അപ്പൊ ഈ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ബോഡിയിൽ നടക്കുന്ന ഫംഗ്ഷൻസിനെ അത് തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഇങ്ങനെയുള്ള എമർജൻസി കണ്ടീഷൻസിലൊക്കെ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്ന ചേഞ്ചസ്, ആ നടക്കുന്ന ചേഞ്ചസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന നെർവസ് സിസ്റ്റമാണ് ഏതെന്ന് പറയുന്നത്? ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. അപ്പൊ ഈ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് പെരിഫറൽ നെർവസ് സിസ്റ്റം. അപ്പൊ പെരിഫറൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ പാർട്ട് തന്നെയാണ് ഏതെന്ന് പറയുന്നത്? ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ സ്വതന്ത്ര നാഡീവ്യവസ്ഥ. എമർജൻസി കണ്ടീഷനിൽ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അതൊക്കെ നമ്മുടെ കോൺഷ്യസ് ലെവൽ അല്ലെങ്കിൽ ബോധതലത്തിനും അപ്പുറമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന നെർവസ് സിസ്റ്റമാണ് ഏതെന്ന് പറയുന്നത്? ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. അപ്പൊ ഈ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിന് 2 പാർട്സ് ആണുള്ളത്. ഒന്ന് സിമ്പതറ്റിക് സിസ്റ്റം, 2 പാരാസിമ്പതറ്റിക് സിസ്റ്റം. അപ്പൊ സിമ്പതറ്റിക് സിസ്റ്റവും പാരാസിമ്പതറ്റിക് സിസ്റ്റവും കൂടി ചേർന്നതാണ് ഏതെന്ന് പറയുന്നത്? ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. അപ്പൊ എന്തായിരുന്നു ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? എമർജൻസി കണ്ടീഷൻസിൽ നമ്മളുടെ ബോഡിയിൽ നടക്കുന്ന ചേഞ്ചസിനെ കൺട്രോൾ ചെയ്യുന്ന നെർവസ് സിസ്റ്റമാണ് ഏതെന്ന് പറയുന്നത്? ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. ഇത് ഏതിന്റെ പാർട്ട് തന്നെയാണ്? പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ പാർട്ടാണ്. ഈ ബോഡിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന, അതായത് ഈ എമർജൻസി കണ്ടീഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ബോഡിയിൽ നടക്കുന്ന ചേഞ്ചസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം ആണ്. ഇതിനകത്തിൽ 2 സിസ്റ്റംസ് അല്ലെങ്കിൽ ഇതിന് 2 പാർട്സ് ഉണ്ട്. ഏതൊക്കെയാണ്? സിമ്പതറ്റിക് സിസ്റ്റം ആൻഡ് പാരാസിമ്പതറ്റിക് സിസ്റ്റം. ഇതിനകത്തിലെ സിമ്പതറ്റിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ എമർജൻസി കണ്ടീഷൻസിൽ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിസ്റ്റമാണ് ഏതെന്ന് പറയുന്നത്? സിമ്പതറ്റിക് സിസ്റ്റം. അപ്പൊ എമർജൻസി കണ്ടീഷൻ അല്ലെങ്കിൽ അടിയന്തര സന്ദർഭങ്ങൾ എന്ന് പറയുമ്പോൾ ഇതുപോലെ പേടിക്കുന്ന സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ ഹാർട്ട് ബീറ്റോ ബ്രീത്തിങ് റേറ്റോ ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? കൂടാറുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമാണ് ഏതെന്ന് പറയുന്നത്? സിമ്പതറ്റിക് സിസ്റ്റം. ഇനി ബോഡി റിലാക്സ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ഒരു വിശ്രമ അവസ്ഥയിലേക്ക് എത്തുക, അതുപോലെ തന്നെ റുട്ടീൻ പ്രോസസ്സസ്, ദിനചര്യകൾ ഇല്ലേ, ഡെയിലി നടക്കുന്ന ആക്ടിവിറ്റീസ്, ഡൈജഷൻ പോലെയുള്ള പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നതാണ് പാരാസിമ്പതറ്റിക് സിസ്റ്റം. അപ്പോൾ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിന് 2 പാർട്സ് ഉണ്ട്, സിമ്പതറ്റിക് സിസ്റ്റവും പാരാസിമ്പതറ്റിക് സിസ്റ്റവും. സിമ്പതറ്റിക് സിസ്റ്റം എന്ത് ചെയ്യുന്നു? എമർജൻസി കണ്ടീഷനിൽ ബോഡിയിൽ നടക്കുന്ന ചേഞ്ചസിനെ കൺട്രോൾ ചെയ്യുന്നു. ഇനി പാരാസിമ്പതറ്റിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ റിലാക്സ് ചെയ്യുക, അതായത് ഒരു വിശ്രമ അവസ്ഥയിലേക്ക് പോകുന്നതിനും അതുപോലെ തന്നെ ഡൈജഷൻ പോലെയുള്ള ദൈനംദിന പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നു. ഇനി ഈ സിമ്പതറ്റിക് സിസ്റ്റവും അതുപോലെ തന്നെ പാരാസിമ്പതറ്റിക് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ചേഞ്ചസ്, അതായത് എമർജൻസി കണ്ടീഷനിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നിന്ന് പറയുന്നത് എമർജൻസി കണ്ടീഷൻസിൽ നടക്കുന്ന ചേഞ്ചസിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? സിമ്പതറ്റിക് സിസ്റ്റമാണ്. ഇനി ഒരു നോർമൽ കണ്ടീഷനിലേക്ക് പോകുമ്പോഴുള്ളത് ആരാണ്? പാരാസിമ്പതറ്റിക് സിസ്റ്റമാണ് ഇല്ലേ. അപ്പൊ ഈ സിമ്പതറ്റിക് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ എന്തെങ്കിലും കണ്ട് പേടിച്ചു അല്ലെ, അപ്പൊ ഒരു ഭയം ഉണ്ടായി. അപ്പൊ ആ ഭയം ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും ഉണ്ടാകുന്നത്? അതെല്ലാം ഏതിലാണ് വരുന്നത്? സിമ്പതറ്റിക് സിസ്റ്റത്തിലാണ് വരുന്നത്. അതായത് നമ്മളുടെ പ്യൂപ്പിൾ ഓഫ് ഐ ഡയലേറ്റ്സ് ഇല്ലേ, അതായത് കണ്ണിലെ പ്യൂപ്പിൾ അല്ലെങ്കിൽ കൃഷ്ണമണി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഡയലേറ്റ് ചെയ്യുന്നു, വികസിക്കുന്നു. ദെൻ അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ഹൃദയമിടിപ്പ് എന്ത് ചെയ്യുന്നു?
കൂടുന്നുണ്ട്. പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഡിക്രീസസ്, ഉമിനീരിന്റെ ഉത്പാദനം എന്ത് ചെയ്യുന്നു, കുറയുന്നു. ദെൻ ബ്രോങ്ക്യൂൾസ് എക്സ്പാൻഡ് ചെയ്യുന്നു. ബ്രോങ്ക്യൂൾസ് അല്ലെങ്കിൽ ശ്വസനികകൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പൊ ഈ ശ്വസനികകൾ അല്ലെങ്കിൽ ബ്രോങ്ക്യൂൾസ് എന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു, വികസിക്കുന്നു. ദെൻ സ്റ്റൊമക്കിനകത്തിലുള്ള ഡൈജഷൻ പ്രോസസ്സസ് ഒക്കെ എന്ത് ചെയ്യുന്നു, സ്ലോ ഡൗൺ ചെയ്യുന്നു. അതായത് ഈ എമർജൻസി കണ്ടീഷനൊക്കെ ആകുമ്പോഴത്തേക്ക് ഡൈജഷനൊക്കെ എന്ത് ചെയ്യുന്നു, ദഹന പ്രക്രിയയൊക്കെ കുറയുന്നു, സ്ലോ ഡൗൺ ചെയ്യുന്നു. ദെൻ അതുപോലെ തന്നെ പെരിസ്റ്റാൾസിസ് സ്ലോ ഡൗൺ ചെയ്യുന്നു. അതായത് സ്മോൾ ഇൻഡസ്ട്രിയിലൊക്കെ എന്ത് നടക്കുന്നുണ്ട്, പെരിസ്റ്റാൾസിസ് ഇല്ലേ. അതായത് വേവിലേക്ക് മൂവ്മെന്റിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, പെരിസ്റ്റാൾസിസ്. ആ പെരിസ്റ്റാൾസിസ് ഒക്കെ എന്ത് ചെയ്യുന്നു, സ്ലോ ഡൗൺ ചെയ്യുന്നു. ദെൻ അതുപോലെ തന്നെ ഹോർമോൺ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ ഈ ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഗ്ലാൻഡ്സ് ഉത്പാദിപ്പിക്കുന്ന കെമിക്കൽസിനെയാണ് എന്തെന്ന് വിളിക്കുന്ന ഹോർമോൺസ്. അപ്പൊ ഈ ഹോർമോൺ പ്രൊഡക്ഷൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ യൂറിനറി ബ്ലാഡറിനകത്ത് യൂറിൻ റീറ്റെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ മൂത്രം എന്ത് ചെയ്യുന്നു, നിലനിർത്തപ്പെടുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്, നമ്മളുടെ സിമ്പതറ്റിക് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്. അതായത് എമർജൻസി കണ്ടീഷനിൽ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ കൺട്രോൾ ചെയ്യുന്ന ഏത് സിസ്റ്റമാണ്, സിമ്പതറ്റിക് സിസ്റ്റമാണ്. അപ്പൊ ആ എമർജൻസി കണ്ടീഷൻസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, പ്യൂപ്പിൾ ഓഫ് ദ ഐ ഡയലേറ്റ്സ് ഇല്ലേ, കണ്ണിലെ പ്യൂപ്പിൾ അല്ലെങ്കിൽ കൃഷ്ണമണി എന്ത് ചെയ്യുന്നു, വികസിക്കുന്നു. സലൈവ പ്രൊഡക്ഷൻ ഡിക്രീസസ്, ഉമിനീരിന്റെ ഉത്പാദനം കുറയുന്നു. ഹാർട്ട് ബീറ്റ് ഇൻക്രീസസ്, ഹൃദയമിടിപ്പ് കൂടുന്നു. ബ്രോങ്ക്യൂൾസ് എക്സ്പാൻഡ്, ശ്വസനികകൾ വികസിക്കുന്നു. ദെൻ അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് പ്രോസസ്സസ് എന്ത് ചെയ്യുന്നു, സ്ലോ ഡൗൺ ചെയ്യുന്നു. അതായത് സ്റ്റൊമക്കിനകത്തിൽ നടക്കുന്ന, ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയൊക്കെ എന്ത് ചെയ്യുന്നു, കുറയുന്നു. ദെൻ സ്മോൾ ഇൻഡസ്ട്രിയിൽ പെരിസ്റ്റാൾസിസ് സ്ലോ ഡൗൺ ചെയ്യുന്നു, വേവിലേക്ക് മൂവ്മെന്റ് ഒക്കെ കുറയുന്നു. അഡ്രിനാൽ ഗ്ലാൻഡ് ഹോർമോൺസിന്റെ സെക്രീഷൻ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അഡ്രിനാൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നിക്ക് മുകളിലായിട്ടുള്ള ഗ്ലാൻഡ്സ് ആണ്. അപ്പൊ ആ ഗ്ലാൻഡ്സ് ഗ്രന്ഥികൾ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ ഉത്പാദനം എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ അതുപോലെ തന്നെ യൂറിനറി ബ്ലാഡറിനകത്തിൽ യൂറിൻ റീറ്റെയിൻ ചെയ്യുന്നു. അതായത് മൂത്രാശയത്തിനകത്തിൽ മൂത്രം എന്ന് പറയുന്നത് നിലനിർത്തപ്പെടുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്, സിമ്പതറ്റിക് സിസ്റ്റവുമായിട്ട്. ഇനി ബോഡി എന്ത് ചെയ്യുന്നു, ഈ ഒരു എമർജൻസി കണ്ടീഷൻ കഴിഞ്ഞതിന് ശേഷം ബോഡി ഒരു നോർമൽ കണ്ടീഷനിലേക്ക് എത്തുന്നു ഇല്ലേ. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും, പാരാസിമ്പതറ്റിക് സിസ്റ്റം ആയിരിക്കും. അതിനകത്തിൽ നടക്കുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് സിമ്പതറ്റിക് സിസ്റ്റത്തിൽ നടക്കുന്നതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇപ്പൊ സിമ്പതറ്റിക് സിസ്റ്റത്തില് പീപ്പിൾ ഓഫ് ദ ഐ എന്ത് ചെയ്തായിരുന്നു, ഡയലേറ്റ് ചെയ്തായിരുന്നു. ഇവിടെ എന്ന് പറയുന്നത് പീപ്പിൾ ഓഫ് ദ ഐ കൺസ്ട്രിക്ട്, അതായത് ചുരുങ്ങുന്നു. ദെൻ സലൈവ പ്രൊഡക്ഷൻ ഇൻക്രീസസ്. നമുക്കറിയാം സലൈവ അല്ലെങ്കിൽ ഉമിനീർ ഉത്പാദിപ്പിക്കുന്ന ആരാണ്, സലൈവറി ഗ്ലാൻഡ് അല്ലെങ്കിൽ ഉമിനീർ ഗ്രന്ഥിയാണ് ഇല്ലേ. അപ്പൊ ഈ സലൈവ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ഹാർട്ട് ബീറ്റ് ഡിക്രീസ് ചെയ്യുന്നു, ഹൃദയമിടിപ്പ് കുറയുന്നു. ദെൻ ബ്രോങ്ക്യൂൾസ് കൺസ്ട്രിക്ട് ചെയ്യുന്നു. അതായത് ബ്രോങ്ക്യൂൾസ് അല്ലെങ്കിൽ ശ്വസനികകൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, പാരാസിമ്പതറ്റിക് സിസ്റ്റത്തിൽ ചുരുങ്ങുന്നു. ദെൻ ഹോർമോണിന്റെ പ്രൊഡക്ഷനുമായിട്ട് പാരാസിമ്പതറ്റിക് സിസ്റ്റത്തിന് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അവിടെ ഹോർമോൺ പ്രൊഡക്ഷനെ കാര്യമായിട്ടൊന്നും ബാധിക്കുന്നില്ല. ഡൈജഷൻ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അതായത് നേരത്തെ ഡൈജഷൻ എന്ത് ചെയ്തായിരുന്നു, ഒന്ന് സ്ലോ ഡൗൺ ചെയ്തായിരുന്നു. ഇപ്പൊ ഡൈജഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പെരിസ്റ്റാൾസിസ് ഇൻക്രീസ് ചെയ്യുന്നു. യൂറിൻ എന്ത് ചെയ്യുന്നു, യൂറിൻ എംറ്റീസ്, അതായത് യൂറിനറി ബ്ലാഡർ മൂത്രാശയത്തിൽ നിന്നും മൂത്രം എന്ത് ചെയ്യുന്നു, ശൂന്യമാക്കപ്പെടുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ സംഭവിക്കുന്നത്, പാരാസിമ്പതറ്റിക് സിസ്റ്റം. അപ്പൊ എമർജൻസി കണ്ടീഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബോഡിയിൽ നടക്കുന്ന ചേഞ്ചസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്, ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം ആണ്. ഇത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ്. ഇതിനകത്തിൽ രണ്ട് സിസ്റ്റംസ് ഉണ്ട്. ഏതൊക്കെയാണ്, സിമ്പതറ്റിക് സിസ്റ്റവും പാരാസിമ്പതറ്റിക് സിസ്റ്റവും. എമർജൻസി കണ്ടീഷനിൽ ബോഡിയിൽ നടക്കുന്ന ചേഞ്ചസ് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, സിമ്പതറ്റിക് സിസ്റ്റം. ദെൻ നോർമൽ കണ്ടീഷനിലേക്ക് എത്തുമ്പോഴുള്ള ചേഞ്ചസ് പാരാസിമ്പതറ്റിക് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സിമ്പതറ്റിക് സിസ്റ്റത്തിൽ പ്യൂപ്പിൾ ഓഫ് ദ ഐ ഡയലേറ്റഡ്, പ്യൂപ്പിൾ വികസിക്കുന്നു. ഇനി പാരാസിമ്പതറ്റിക് സിസ്റ്റത്തിൽ പ്യൂപ്പിൾ കൺസ്ട്രിക്ട്, കൃഷ്ണമണി എന്ത് ചെയ്യുന്നു, ചുരുങ്ങുന്നു. ഇനി സിമ്പതറ്റിക് സിസ്റ്റത്തിൽ സലൈവ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യും. പാരാസിമ്പതറ്റിക് സിസ്റ്റത്തിൽ സലൈവ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. സിമ്പതറ്റിക് സിസ്റ്റത്തിൽ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഇനി പാരാസിമ്പതറ്റിക് സിസ്റ്റത്തിൽ ഹാർട്ട് ബീറ്റ് ഡിക്രീസ് ചെയ്യുന്നു. സിമ്പതറ്റിക് സിസ്റ്റത്തിൽ ബ്രോങ്ക്യൂൾസ് അല്ലെങ്കിൽ ശ്വസനികകൾ എക്സ്പാൻഡ് ചെയ്യുന്നു, വികസിക്കുന്നു. ഇനി പാരാസിമ്പതറ്റിക് സിസ്റ്റത്തിൽ ബ്രോങ്ക്യൂൾസ് കൺസ്ട്രിക്ട് ചെയ്യുന്നു, ചുരുങ്ങുന്നു. ദെൻ സിമ്പതറ്റിക് സിസ്റ്റത്തിൽ ഡൈജഷൻ എന്ത് ചെയ്യുന്നു, സ്ലോ ഡൗൺ ചെയ്യുന്നു. പാരാസിമ്പതറ്റിക് സിസ്റ്റത്തിൽ ഡൈജഷൻ എന്ത് ചെയ്യുന്നു, സ്റ്റിമുലേറ്റഡ് ആകുന്നു. അതായത് ഡൈജഷൻ വീണ്ടും നടക്കുന്നു. ദെൻ സിമ്പതറ്റിക് സിസ്റ്റത്തിൽ സ്മോൾ ഇൻഡസ്ട്രിയിലുള്ള പെരിസ്റ്റാൾസിസ് എന്ത് ചെയ്യുന്നു, സ്ലോ ഡൗൺ ചെയ്യുന്നു. ഇവിടെ പെരിസ്റ്റാൾസിസ് ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ സിമ്പതറ്റിക് സിസ്റ്റത്തിൽ ഹോർമോൺ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ പാരാസിമ്പതറ്റിക് സിസ്റ്റത്തിൽ ഹോർമോണിന്റെ ആക്ഷന് പ്രത്യേകിച്ച് ഇഫക്റ്റ് ഒന്നുമില്ല.
സിമ്പതറ്റിക് സിസ്റ്റത്തിൽ യൂറിനറി ബ്ലാഡറിൽ യൂറിൻ എന്ത് ചെയ്യുന്നു, റീറ്റെയിൻ ചെയ്യുന്നു, നിലനിർത്തപ്പെടുന്നു. ഇനി പാരാസിമ്പതറ്റിക് സിസ്റ്റം ആകുമ്പോഴത്തേക്ക് യൂറിൻ എംപ്റ്റി ചെയ്യുന്നു, അതായത് യൂറിനറി ബ്ലാഡറിൽ നിന്ന് യൂറിൻ ശൂന്യമാക്കപ്പെടുന്നു. ഇത്രയുമാണ് എമർജൻസി കണ്ടീഷൻസിൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ചേഞ്ചസും പിന്നീട് നോർമൽ ആകുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസും. അപ്പൊ ഇത്രയാണ് ഏതിനെ കുറിച്ച് പറയാനുള്ളത്, ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ സ്വതന്ത്ര നാഡീവ്യവസ്ഥ. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.